ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ മലയാളം സെക്കൻഡ് അല്ലെങ്കിൽ അടിസ്ഥാന പാഠാവലിയുടെ രണ്ടാമത്തെ പാഠമാണ് പരിക്കേറ്റ കുട്ടി. എന്താ നിങ്ങളെ പരിക്കേറ്റ കുട്ടി അടിസ്ഥാന പാഠാവലിയാണ് കേട്ടോ. അതായത് മലയാളം സെക്കൻഡ്. ഇത് കുമാരനാശാൻ്റെ പുഷ്പവാടി എന്ന കവിതാ സമാഹാരത്തിലെ ഒരു ചെറു കവിതയാണ് പരിക്കേറ്റ കുട്ടി. നിങ്ങളുടെ ടെസ്റ്റ് എടുത്തിട്ട് ആ പാട്ടൊന്ന് നോക്കണേ. അതിനകത്തിൽ ഒരു അമ്മയും മോനും തങ്ങളിലുള്ള കാര്യങ്ങളാണ്. ആ ടെസ്റ്റിനകത്തിൽ പടമുണ്ട് കേട്ടോ. ആ പടവും നോക്കിയിട്ട് ആ പാട്ട് നല്ലതുപോലെ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. കാരണം ഞാൻ കുറച്ച് നോട്ട് മാത്രമേ ഇതിൽ എഴുതിയിട്ടുള്ളൂ. കാരണം ഒന്നും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ മലയാളത്തിൻ്റെ ലിങ്ക് ഇടുന്നത്. കാരണം എന്തെങ്കിലുമൊക്കെ അറിഞ്ഞോട്ടെ, ആ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞോട്ടെ എന്ന് കരുതി മാത്രമാണ് നിങ്ങളെ നോട്ടിടുന്നത്. അപ്പോൾ ഈ പാഠം എഴുതിയത് കുമാരനാശാനാണ്. കുമാരനാശാൻ്റെ പുഷ്പവാടി എന്ന കവിതാ സമാഹാരത്തിലെ ഒരു ചെറു കവിതയാണ് പരിക്കേറ്റ കുട്ടി. ഇനി ഈ കഥയുടെ ഉള്ളടക്കം എന്ന് പറയാം നിങ്ങളെ. അതായത് തൈമാവിൽ കയറി വീണ് പരിക്കേറ്റ് നിൽക്കുകയാണ് കുട്ടി. ഇത് കണ്ട അമ്മ നിന്റെ അരികിലേക്ക് ഞാൻ വരികയാണ് എന്ന് വളരെ സ്നേഹത്തോടെ പറയുന്നു. മനസ്സ് വേദനിച്ച് നീ വിങ്ങിക്കരയാതെ എന്നും അമ്മ പറയുന്നുണ്ട്. നീ മനസ്സ് വേദനിച്ച് കരയാതെ എന്ന് ആ അമ്മ പറയുന്നുണ്ട്. കൊച്ചുകുട്ടികൾ സങ്കടം വരുമ്പോൾ പുരികവും ചുണ്ടും ഒക്കെ ചുളിച്ച് വിങ്ങി വിങ്ങി കരയുന്നതിൻ്റെ ചിത്രമാണ് നമ്മുടെ ടെസ്റ്റിൽ തന്നിരിക്കുന്നത്. പനിനീർ ചെമ്പകം എന്ന് വെച്ചാൽ പനിനീർ ചെടി അല്ലെ. ചെറിയ മുള്ളുകൊണ്ട് അവൻ്റെ കുരുന്നു കൈവിരൽ മുറിഞ്ഞിട്ടുണ്ട്. തനിയെ തൈമാവിൽ കയറി വീണിട്ട് കാൽമുട്ടുകൾ ചതഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഈ അമ്മ കാണുന്നുണ്ടായിരുന്നു. അവൻ്റെ കുസൃതികൾ അവിടെയും അവസാനിക്കുന്നില്ല. മുകളിലിരുന്ന പടം മറിച്ചിട്ട് അത് വന്നു വീണ് അവൻ്റെ നെറുകയിൽ മുറിവുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മുറിയിലെ കട്ടിലിൽ കയറി ചാടി മറിഞ്ഞ് തറയിൽ വീണ് കവിളത്തും പരിക്കുണ്ട്. ഇതെല്ലാം അമ്മ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. കുസൃതി കാണിച്ച് പരിക്ക് പറ്റുന്ന കുട്ടികൾക്ക് മുറിവിനേക്കാൾ വേദന ഉണ്ടാക്കുന്നത് അമ്മ വഴക്ക് പറയുമ്പോഴോ തല്ലുമ്പോഴോ എന്ന് എല്ലാമുള്ള പേടി കൊണ്ടാണ്. മുറിവിൻ്റെ വേദനയോടൊപ്പം തല്ല് കിട്ടുമോ എന്ന ഭയവും അവനുണ്ട് എന്നറിഞ്ഞ അമ്മ അവനെ ആശ്വസിപ്പിക്കുന്നു. ഞാൻ നിന്നെ തല്ലുമെന്ന് നീ കരുതണ്ട, അതോർത്ത് നീ കരയണ്ട, നിന്റെ നോവൊക്കെ മാറും എന്നെല്ലാം ആ അമ്മ സ്നേഹത്തോടെ പറയുന്നു. നീ കൊച്ചുകുട്ടിയല്ലേ. കൊച്ചുകുട്ടികൾ കളികളിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മുറിവുകൾ കുട്ടികൾക്ക് ഒരു അലങ്കാരമാണെന്നാണ് ആ അമ്മ പറയുന്നത്. പിന്നെ കുട്ടിയുടെ മാനസികമായ വിഷമങ്ങൾ മാറ്റുന്നതിന് സ്നേഹത്തോടെ കൂടെ നിൽക്കുകയാണ് അമ്മ. അമ്മ ഇങ്ങനെയെല്ലാം പറഞ്ഞ് അവൻ്റെ മുറിവുകളിൽ എല്ലാം സ്നേഹത്തോടെ ചുംബിക്കുന്നു. വിടർന്ന് പ്രകാശിച്ചു നിൽക്കുന്ന ഒരു പൂവിനെ വണ്ട് ചെന്ന് ചുംബിക്കുന്നത് പോലെയാണ് ആ അമ്മ ഉമ്മ വെച്ചത് എന്ന് നമ്മുടെ കവി പറയുന്നു. അപ്പോൾ അതുവരെ കരഞ്ഞിരുന്ന കുട്ടി ചിരിക്കുന്നു. കാർമേഘത്താൽ മറഞ്ഞ ചന്ദ്രൻ കാർമേഘം നീങ്ങുമ്പോൾ തെളിഞ്ഞു പ്രകാശിക്കുന്നത് പോലെയാണ് അവൻ്റെ മുഖം തെളിഞ്ഞത് എന്നും നമ്മുടെ കവി പറയുന്നു. കവി ആരാണ്? കുമാരനാശാൻ്റെ കേട്ടോ. കുമാരനാശാൻ്റെ പുഷ്പവാടി എന്ന കവിതാ സമാഹാരത്തിലെ ഒരു ചെറു കവിതയാണ് നമ്മുടെ പരിക്കേറ്റ കുട്ടി. പാഠത്തിൻ്റെ പേര് കൊള്ളാം അല്ലേ. അപ്പോൾ നോക്കിക്കേ, അതിനകത്തിലെ കുറച്ച് അർത്ഥം ഞാൻ തന്നിട്ടുണ്ട്. ശശി, ചന്ദ്രൻ, അളി, വണ്ട്, നോവ്, വേദന, കുരുന്ന്, കൊച്ചുകുട്ടി, കാർമേഘം. നമ്മൾ പറയത്തില്ലേ മഴയൊക്കെ വരാം നേരം കാർമേഘം എന്നൊക്കെ കാറ് കൊണ്ടു എന്നൊക്കെ പറയത്തില്ലേ. കാർമേഘം എന്നാണ് ഇവിടുത്തെ അർത്ഥം കേട്ടോ. ഉരച്ച് എന്ന് വെച്ചാൽ പറഞ്ഞു. പിന്നെ അൻപ് എന്ന് വെച്ചാൽ സ്നേഹം, പൈതൽ കുട്ടി, ക്ഷതം മുറിവ്, ഭൂഷണം അലങ്കാരം. അപ്പോൾ ഇത്രയും മാത്രം അർത്ഥം, വെറും 10 അർത്ഥം മാത്രമേ തന്നിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് ഇതിനകത്തിൽ പകരം പദമുണ്ട് കേട്ടോ. പകരം പദം അമ്മയ്ക്ക് പകരം മാതാവ്, ജനനി, തായ. മാതാവ്, ജനനി, തായ. പുഷ്പം മലർ, പൂവ് സൂനം, അളി വണ്ട്, മധുവൻ. എതിർലിംഗം എഴുതുക. സഖാവ്, സഖി, സേവകൻ, സേവിക, ലേഖകൻ, ലേഖിക, ഏകാഗി, ഏകാഗിനി, തപസ്വി, തപസ്വിനി. അർത്ഥവ്യത്യാസം എഴുതുക. സാഹസം, പരാക്രമം, സഹാസം, പുഞ്ചിരി കേട്ടോ. അപ്പം ഇത് ആ പാഠവുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് തന്നിരിക്കുന്നത്. അത് നല്ലതുപോലെ ഇത് എഴുതിയെടുക്കണം കേട്ടോ. നല്ലതുപോലെ എഴുതിയെടുക്കണേ. ഇതിനകത്തിൽ എന്തോ അർത്ഥമുണ്ട്, പകരം പദമുണ്ട്, എതിർലിംഗമുണ്ട്, അർത്ഥവ്യത്യാസമുണ്ട്. ഇത്ര എഴുതിയെടുക്കണേ നിങ്ങളെ. ഇനി അടുത്തത്
ഇത് മലയാളം ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ലിങ്ക് കേട്ടോ. അറിയാവുന്നവർക്ക് ഇഷ്ടംപോലെ നോട്ടുകൾ നിങ്ങളുടെ ടീച്ചറും തരുന്നുണ്ട്. പിന്നെ എന്താ എന്തെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ പഠിക്കാൻ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിനകത്തിലുണ്ട്. പിന്നെ ട്യൂഷന് പോകുന്നെങ്കിൽ അവിടെ നിന്ന് തരുന്നുണ്ട് അല്ലേ. ഇത് ഒന്നും ആ ചാപ്റ്ററുമായിട്ട് ബേസ് ചെയ്ത് ഒന്നും അറിയാൻ വയ്യാത്ത കുട്ടികൾക്ക് അതിനകത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, കുട്ടിക്ക് പരിക്കുണ്ടാവാൻ എന്തെല്ലാം കാരണങ്ങളുണ്ട്? ഇതാ നിങ്ങളെ ക്വസ്റ്റ്യൻ 1, കുട്ടിക്ക് പരിക്കുണ്ടാവാൻ എന്തെല്ലാം കാരണങ്ങളുണ്ട്? എന്തെല്ലാമുണ്ട്? ആ പാട്ടിനകത്തിലുണ്ട് കേട്ടോ. എന്താ? റോസാപ്പൂവ് പറിക്കാൻ പോയ കുട്ടിയുടെ കൈവിരലിൽ മുള്ളുകൊണ്ട് മുറിവുണ്ടായി. ഒന്നാമത്തെ എന്താ? റോസാപ്പൂവ് പറിക്കാൻ പോയ കുട്ടിയുടെ കൈവിരലിൽ മുള്ളുകൊണ്ട് മുറിവുണ്ടായി. പിന്നോ, തൈമാവിൽ കയറിയപ്പോൾ താഴെ വീണ് എന്താ? കാൽമുട്ട് ചതഞ്ഞു. പിന്നോ, ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന പടം മറിച്ചിട്ടപ്പോൾ അത് താഴെ നിന്ന കുട്ടിയുടെ നെറുകയിൽ വീണു മുറിവുണ്ടായി. പിന്നെ കട്ടിലിൽ ചാടി മറിഞ്ഞപ്പോൾ തറയിൽ വീണ് കവിളും മുറിഞ്ഞു. ഇങ്ങനെയെല്ലാമാണ് കുട്ടിക്ക് പരിക്കുണ്ടായത്. ഏതെല്ലാം രീതിയിലാണ് കുട്ടിക്ക് ഇവിടെ പരിക്കുണ്ടായതെന്ന് ഏതെല്ലാമാണ്? ഒന്നാമത്തെ, റോസാപ്പൂവ് പറിക്കാൻ പോയ കുട്ടിയുടെ കൈവിരലിൽ മുള്ളുകൊണ്ട് മുറിവുണ്ടായി. തൈമാവിൽ കയറിയപ്പോൾ താഴെ വീണ് കാൽമുട്ട് ചതഞ്ഞു. ഓരോന്നോരോന്നായിട്ട് അങ്ങ് പഠിച്ചോണേ കേട്ടോ. ഒന്നാമത്, റോസാപ്പൂവ് പറിക്കാൻ പോയ കുട്ടിയുടെ കൈവിരലിൽ മുള്ളുകൊണ്ട് മുറിവുണ്ടായി. 2, തൈമാവിൽ കയറിയപ്പോൾ താഴെ വീണ് കാൽമുട്ട് ചതഞ്ഞു. ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന പടം മറിച്ചിട്ടപ്പോൾ അത് താഴെ നിന്ന കുട്ടിയുടെ നെറുകയിൽ വീണ് മുറിവുണ്ടായി. കട്ടിലിൽ ചാടി മറിഞ്ഞപ്പോൾ തറയിൽ വീണ് കവിളും മുറിഞ്ഞു. ഇങ്ങനെയെല്ലാമാണ് കുട്ടിക്ക് പരിക്കുണ്ടായത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ. അടുത്ത, അമ്മ കുട്ടിയെ സമാധാനിപ്പിക്കുന്നത് എങ്ങനെയെല്ലാമാണ്? ഇത്രയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ? അമ്മ കുട്ടിയെ സമാധാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? കളിക്കിടയിൽ വീണ് മുറിവ് പറ്റിയതിന് ഞാൻ നിന്നെ തല്ലുമെന്ന് നീ കരുതണ്ട. ഈ വേദനയൊക്കെ മാറിക്കൊള്ളും. കൊച്ചുകുട്ടികൾ കളിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പരിക്കുകൾ പറ്റാറുണ്ട്. അത് കുട്ടികൾക്കൊക്കെ ഒരു അലങ്കാരമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ആ അമ്മ കുട്ടിയെ സമാധാനിപ്പിച്ചത്. ഇങ്ങനെയൊക്കെയാണ്. കളിക്കിടയിൽ വീണ് മുറിവ് പറ്റിയതിന് ഞാൻ നിന്നെ തല്ലുമെന്ന് കരുതണ്ട. ഈ വേദനയൊക്കെ മാറിക്കൊള്ളും. കൊച്ചുകുട്ടികൾ കളിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പരിക്കുകൾ പറ്റാറുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ ഒരു അലങ്കാരമാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞാണ് ആ അമ്മ കുട്ടിയെ സമാധാനിപ്പിച്ചത്. അടുത്ത, കരയുന്ന കുട്ടി ചിരിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? ഇതെല്ലാം ടെസ്റ്റിലെ ഓരോ ചോദ്യമാണ് നിങ്ങളെ. കരയുന്ന കുട്ടി അല്ലേ, കരയുന്ന കുട്ടി ചിരിക്കാൻ തുടങ്ങിയത് എപ്പോഴാ? അമ്മ കുഞ്ഞിൻ്റെ ഓരോ മുറിവിലും ഉമ്മ വെച്ചപ്പോഴാണ് കരയുന്ന കുട്ടി ചിരിക്കാൻ തുടങ്ങിയത്. അങ്ങനെ നിങ്ങളെ, അമ്മ ആ കുഞ്ഞിൻ്റെ ഓരോ മുറിവിലും ഉമ്മ വെച്ചപ്പോഴാണ് ആ കരയുന്ന കുട്ടി ചിരിക്കാൻ തുടങ്ങിയത്. ഓക്കെ ആണോ? അത്രയും ആ 3 നല്ലപോലെ നോക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ ആൻസറായിട്ട് ആ 3 ഉള്ളൂ അല്ലേ. 3 ക്വസ്റ്റ്യൻ ആൻസറേ ഉള്ളൂ. ഇനി അതിനകത്തിൽ നിങ്ങളുടെ പാഠവുമായിട്ട് ബന്ധപ്പെട്ട് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനും ചോദിക്കും കേട്ടോ. ഈ പാഠത്തെ ബേസ് ചെയ്ത് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ ചോദിക്കും. കുറിപ്പ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഈ പാഠമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏത് പാഠത്തിനെക്കുറിച്ച് എന്ത് എഴുതാൻ പോകുമ്പോഴേ അപ്പോൾ അത് ആ പാഠം എഴുതിയത് ആരാന്നൊന്ന് എഴുതണം കേട്ടോ. നിങ്ങളെ, നമ്മൾ ഏതൊരു പാഠം പഠിക്കുമ്പോഴും ആ പാഠത്തെക്കുറിച്ച് നമ്മൾ എഴുതുമ്പോൾ അത് എഴുതിയത് ആരാണെന്ന് ഒന്നറിയണം കേട്ടോ. ഇവിടെ നോക്കിക്കേ, ഞാൻ ചുരുക്കി എഴുതി വെച്ചേക്കുക. കാരണം നമ്മൾ ഈ 3 ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചിട്ടുള്ളൊരു കുട്ടിക്ക് അതിനകത്ത് നിന്ന് കുറേയൊക്കെ എഴുതാൻ പറ്റും. അപ്പം ഞാൻ ഈ പറയുന്നതും ആ ക്വസ്റ്റ്യൻ ആൻസറും കൂടെ കൂട്ടി യോജിപ്പിച്ച് നിങ്ങളൊരു ആസ്വാദനക്കുറിപ്പ് ചോദിച്ചാലോ ഒക്കെ എഴുതാൻ അറിയണം കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? എന്തായാലും ഞാനിപ്പോൾ ആ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ, അത് കുട്ടിക്ക് പരിക്കുണ്ടാവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളതെന്ന് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പഠിച്ചു. കുട്ടി എങ്ങനെയാണ് സമാധാനിപ്പിച്ചതെന്ന് നമ്മൾ പഠിച്ചു. കരയുന്ന കുട്ടി ചിരി തുടങ്ങിയത് എപ്പോഴാണെന്നും ഒക്കെ പഠിച്ചു ഇല്ലേ. ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് വേണം. ഇതുപോലെ കാണാതെ പഠിച്ചങ്ങ് എഴുതുമല്ല, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എഴുതണം. അപ്പോൾ ആദ്യം എന്താ എഴുതേണ്ടത്? കുമാരനാശാൻ്റെ പുഷ്പവാടി എന്ന കവിതാ സമാഹാരത്തിലെ ഒരു ചെറു കവിതയാണ് പരിക്കേറ്റ കുട്ടി. കുഞ്ഞുങ്ങളുടെ എല്ലാ വേദനകളെയും ഇല്ലാതാക്കാൻ
അമ്മയുടെ സ്നേഹത്തിനും കരുതലിനും കഴിയും എന്ന് പരിക്കേറ്റ കുട്ടി എന്ന കവിതയിലൂടെ കുമാരനാശാൻ നമുക്ക് കാണിച്ചു തരുന്നു. എന്താ ഞങ്ങളെ ഓരോ സെൻറ്റൻസും വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അതുകൊണ്ടൊന്നും മിസ്സാക്കരുത്. ഞാൻ കാരണം ഉള്ളതിലേക്കും മെയിൻ പോയിന്റുകളും മാത്രം നോക്കി കേട്ടോ എഴുതിയേക്കുക. അപ്പം എന്താ, കുമാരനാശാൻ്റെ പുഷ്പവാടി എന്ന കവിതാ സമാഹാരത്തിലെ ഒരു ചെറു കവിതയാണ് പരിക്കേറ്റ കുട്ടി. കുഞ്ഞുങ്ങളുടെ എല്ലാ വേദനകളെയും ഇല്ലാതാക്കാൻ നമ്മുടെ അമ്മയുടെ സ്നേഹത്തിനും കരുതലിനും കഴിയുമെന്ന് പരിക്കേറ്റ കുട്ടി എന്ന കവിതയിലൂടെ കുമാരനാശാൻ നമുക്ക് കാണിച്ചു തരുന്നു. പിന്നോ, മുറിവുകൾ പറ്റി കരയുന്ന കുഞ്ഞിനെ അമ്മ ആശ്വസിപ്പിക്കുന്നു. അതിനുശേഷം അവൻ്റെ മുറിവുകളിലെല്ലാം ആ അമ്മ ഉമ്മ വയ്ക്കുന്നു, അല്ലേ? വിടർന്നു നിൽക്കുന്ന പൂവിനെ വണ്ട് ഉമ്മ വയ്ക്കുന്നത് പോലെയാണ് എന്താ ആ അമ്മ ആ മുറിവ് പറ്റിയ ഓരോ സ്ഥലത്തും ഉമ്മ കൊടുത്തത്, അല്ലേ? പിന്നോ, അന്നേരം എന്താ, കാർമേഘം നീങ്ങിയപ്പോൾ തിളങ്ങുന്ന ചന്ദ്രനെ പോലെ ആ കുഞ്ഞ് സങ്കടമെല്ലാം മാറി ചിരിക്കുന്നു. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിൻ്റെ മനോഹരമായ ചിത്രമാണ് കവി ഇവിടെ വരച്ചിരിക്കുന്നത്. കളികൾക്കിടയിലുള്ള മുറിവുകൾ ഒരു അലങ്കാരമാകുന്നു എന്നാണ് കവി പറയുന്നത്. ഈ മുറിവുകൾ കുട്ടികൾക്ക് മുന്നോട്ട് നടക്കാൻ കരുത്ത് നൽകുന്നു എന്നും നമ്മുടെ കുമാരനാശാന് ഇതിലൂടെ പറയുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ സ്വന്തമായിട്ട് ആ ടെസ്റ്റ് വായിച്ചിട്ടും അതുപോലെ മുമ്പത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ആയിട്ടും ഇതെല്ലാം കൂടെ എന്താ കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു 1.5 പുറത്ത് കവിയാതെ നല്ല രീതിയിൽ എഴുതാനറിയണം. ഈ 1.5 പുറം അല്ലെ 2 പുറം എന്നൊക്കെ പറയുന്നതേ ഒരു വരിയാണെങ്കിലും അത് തെറ്റാതെ എഴുതാൻ ആദ്യം പഠിക്കണം. എല്ലാവരും പറയും നിങ്ങൾ 2 പുറത്ത് കവിയാതെ എഴുതൂ, ഒരു പുറത്തിൽ കവിയാതെ എഴുതൂ, അല്ലേ, 1.5 പേജ് എഴുതൂ എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ പഠിക്കുന്ന ഒരു വരിയാണെങ്കിലും അത് തെറ്റുകൂടാതെ എഴുതുക എന്നുള്ളതാണ് കേട്ടോ നിങ്ങളെ. മലയാളത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. വള്ളിയും പുള്ളിയൊക്കെ മാറിപ്പോയാൽ വാക്കുകൾ മാറും. അതുകൊണ്ട് നമ്മൾ ഒരു വരി പഠിക്കുമ്പോൾ ആ ഒരു വരി നിങ്ങളൊരു പേപ്പറിലോട്ടോ, നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഇന്നത്തെ കാലത്ത് പഴയ ബുക്കുകളും പേപ്പറുകളും ഒന്നും ഇല്ലാത്തത് ആരും കാണത്തില്ല. 100 കുട്ടികളുണ്ടെങ്കിൽ 98 പേർക്കും ഇന്ന് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതാണ്. അതായത് പഴയ ബുക്കുകളോ പേപ്പറുകളോ ഒക്കെ ഉള്ളതാണ് കുഞ്ഞുങ്ങളെ. അപ്പം നിങ്ങളുടെ സമയം എന്ന് വെച്ചാൽ നിങ്ങളിത് പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഒരു വരി പഠിച്ചിട്ട് ഇപ്പം ഞാൻ പറയുക അതാണ്ടേ ഫസ്റ്റ് ഈ തുടങ്ങിയപ്പോൾ മുതലേ പറയുന്നുണ്ട് കുമാരനാശാൻ്റെ പുഷ്പവാടി എന്ന കവിതാ സമാഹാരത്തിലെ ഒരു ചെറു കവിതയാണ് പരിക്കേറ്റ കുട്ടി. അത് അത്രയും പഠിച്ചതിന് ശേഷം അതൊന്ന് എഴുതി നോക്കുക. പുഷ്പവാടി എന്നൊക്കെ പുഷ്പവാടി തന്നെ ആണോ എഴുതിയേക്കുന്നത്? കുമാരനാശാൻ്റെ പേരിന് വല്ല മാറ്റമുണ്ടോ? ചെറു കവിതയെന്ന് എഴുതിയത് അങ്ങനെ തന്നെയാണോ കേട്ടോ? അപ്പോൾ ആദ്യമേ അത് പഠിക്കുക എന്നുള്ളതാണ്. നമ്മളിത് വാരി വലിച്ചത് മൊത്തവും എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമല്ലോ നിങ്ങളെ. എന്താ, ഒരു വരിയാ പഠിക്കുന്നതെങ്കിലും പഠിക്കുന്നത് വൃത്തിയായിട്ട് എഴുതി പഠിക്കുക എന്നുള്ളതാണ്. മലയാളത്തിൻ്റെ കാര്യത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. എഴുതി തന്നെ പഠിക്കണേ എൻ്റെ കുഞ്ഞുങ്ങൾ. ഞാൻ മലയാളത്തിൽ അങ്ങനെ ഞാൻ ലിങ്ക് ഇടാറില്ല. പക്ഷേ കമൻറ്റ് ബോക്സിൽ മലയാളത്തിൻ്റെ സെക്കൻഡിൻ്റെയൊക്കെ നോട്ട് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇത്ര ഒപ്പിച്ച് തന്നതാണ്. മിക്കവാറും ഉള്ള പാഠത്തിൻ്റെയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടോ നിങ്ങളെ. കമൻറ്റ് ബോക്സിൽ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പം ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് ബോക്സിൽ പറയണം. എങ്കിലല്ല എനിക്കിനി അടുത്ത ചാപ്റ്റർ ഇടാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ നിങ്ങളെ വൃത്തിയായിട്ട് പഠിക്കണേ. നമുക്കിനി ക്രിസ്മസ് പരീക്ഷ വരുന്നുണ്ട്. നമ്മൾ ഓണപരീക്ഷയ്ക്ക് ഞാൻ ആ പറഞ്ഞതിലൊക്കെ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻ ആൻസറുകളും അല്ലേ ഞാൻ തന്ന നോട്ടിലേ ഉണ്ടായിരുന്നു. ഞാൻ ക്വസ്റ്റ്യൻ കണ്ടു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ വൃത്തിയായിട്ട് പഠിക്കണം. ഓക്കെ.